ചേർന്നിരിക്കുന്ന എല്ലാവരെയും കാണുമ്പോൾ വളരെ ഹൃദയം നിറയുകയും അതുപോലെ മാനസികമായി വലിയൊരു ആവേശവും തോന്നുന്ന ഒരു ഘട്ടമാണ് ഉള്ളത്. പ്രഭാഷക മേഖലയിൽ വളരണം, അല്ലെങ്കിൽ പ്രഭാഷണത്തോടുള്ള അമിതമായ താല്പര്യം ഇതുകൊണ്ട് മാത്രം എത്തിച്ചേർന്നവരാണ് വന്നിരിക്കുന്ന എല്ലാവരും. 4 ആൾ കൂടുന്നിടത്ത് 4 വാക്ക് സംസാരിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പ്രസംഗത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും വളരാനും അതിനനുസരിച്ച് അതിൻ്റെ പാതകൾ വെട്ടിത്തെളിക്കാനും വന്നിരിക്കുന്ന നിങ്ങളേവരെയും ആദ്യമായി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഒരു പ്രഭാഷകനെ സംബന്ധിച്ച് അവൻ്റെ പ്രഭാഷണം ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കടമ. അത് ഹൃദയങ്ങളിലെത്തണമെങ്കിൽ വാക്കുകൾക്ക് മൂർച്ച വേണം, സന്തോഷം വേണം, സ്നേഹം വേണം. ഇതൊക്കെ വാക്കുകളിലൂടെ വരുമ്പോൾ മാത്രമാണ് ആ വാക്കുകൾ പലരുടെയും ഹൃദയങ്ങളിലേക്ക് എത്തുന്നത്. വാക്കുകളുടെ മൂർച്ച എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഒരു യുദ്ധത്തെ വരെ തയ്യാറെടുപ്പിക്കാൻ ഒരു വാക്കുകൾക്ക്, ഒരു പ്രസംഗത്തിന് കഴിയുമെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇത്രയും മൂർച്ചയുള്ള ഈ ഒരു കല, രാജകീയ കലയായ പ്രസംഗത്തിൻ്റെ പാതയിൽ എത്തിച്ചേർന്നിരിക്കുന്ന നാം എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഇന്ന് സമൂഹത്തിൽ നേതൃത്വ നിരയിലേക്ക് ആളുകൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ള വേദി അല്ലെങ്കിൽ അതിനുള്ള വഴികൾ എന്താണ് എന്ന് അറിയില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദിയായി ഞാൻ മനസ്സിലാകുന്നു ഈ പ്രസംഗ പരിശീലനം നമുക്ക് സമൂഹത്തിൽ 4 ആൾ കൂടുന്നിടത്ത് മുന്നിൽ നിന്ന് സംസാരിക്കാനും അതുപോലെ ഓരോ മേഖലകളിലും മുന്നിലേക്ക് എത്തിച്ചേരണമെങ്കിലും ഇന്ന് ഇങ്ങനെയുള്ള വേദികളും അതുപോലെ സംസാരിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് നമുക്ക് സ്പീക്കേഷനിൻ്റെ വലിയ ഒരു ആവശ്യകത. തിളക്കം പോലുള്ള മഹത്തായ പരിപാടികളും ഓൺലൈൻ പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുക്കുന്ന നിരവധി പരിപാടികളും എല്ലാം കൂടിച്ചേരുമ്പോൾ നമ്മൾ വളർച്ചയുടെ പാതകളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമുക്കറിയാം, പ്രസംഗത്തിൻ്റെ ശൈലി അത് പല രീതിയിലാണ്. പ്രസംഗത്തിൻ്റെ ഒഴുക്ക് എന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനൊരു താളബോധമുണ്ട്. അത് സന്തോഷത്തിൽ തുടങ്ങി മധ്യത്തിൽ വെച്ച് യാഥാർത്ഥ്യത്തിലേക്കും അത് പിന്നീട് പല മേഖലകളിലേക്കും മാറുമ്പോൾ പ്രസംഗം അനുവാചകരിലേക്ക് എത്തിച്ചേരുന്നു. അവസാനം ആശംസകളോടോ പ്രാർത്ഥനകളോടോ കൂടി ആ പ്രസംഗം അവസാനിക്കുമ്പോൾ അതിന് പുതിയ ഭാവതലങ്ങൾ ഉണ്ടാവുന്നു. ആളുകളിൽ അത് ഏറ്റെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മുമ്പ് ഇവിടെ നമ്മളെ ലിബിന ടീച്ചറുടെ ഒരു നന്ദി പ്രസംഗം തന്നെ പ്രേക്ഷകരിൽ വലിയ രീതിയിൽ ഒരു വലിയൊരു ആവേശം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഇതിനു മുമ്പ് നമ്മളൊരു സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു പരിപാടിക്കിടയിൽ ഞാൻ കേട്ടു. അതൊക്കെ എന്താ പറയുക, നമ്മൾ മറ്റെത്രയോ ആളുകൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നമ്മളെ പ്രസംഗത്തിന് ആളുകൾ പ്രാധാന്യം കൽപ്പിക്കണമെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ ഒഴുക്കും ഭംഗിയും സന്തോഷവും സ്നേഹമൊക്കെ കലരുമ്പോൾ ആ പ്രസംഗത്തെ ആളുകൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ഈ പരിപാടിയിലേക്ക് കടക്കാം. ഈ പരിപാടിയിൽ ഇന്ന് ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സ്പീക്ക് ആൻഡ് ഷൈൻ്റെ സീനിയറായിട്ടുള്ള ശ്രീ രാജേഷ് കുമാർ സാറാണ്. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ സ്പീക്ക് ആൻഡ് ഷൈനെ നെഞ്ചോട് ചേർത്തിട്ട് ഇപ്പോൾ നമ്മുടെ പരിചയപ്പെടുത്തൽ റൗണ്ടിൽ പറഞ്ഞു 2.5 വർഷത്തോളമായി സ്പീക്ക് ആൻഡ് ഷൈനുമായി ചേർന്ന് സംസാരിക്കുന്നു. ഞാനും ആദ്യമായി തിളക്കം പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അന്ന് രാജേഷ് കുമാർ സാറായിരുന്നു ഉദ്ഘാടകനായിരുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പം 4-5 പരിപാടികൾ, തിളക്കം പരിപാടികൾ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട രാജേഷ് കുമാറാണ് നമ്മുടെ ഈ പരിപാടി ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ പരിപാടിയിലെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് പുഷ്പജ കാസർഗോഡ്. നമുക്കറിയാം, പ്രഭാഷണ മേഖലയിൽ എത്തിച്ചേർന്ന് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഓൺലൈൻ മേഖലയിലായിക്കോട്ടെ ലീഡേഴ്സ് ക്ലബിലും മറ്റും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷകയാണ്. ആരോഗ്യ മേഖലകളിൽ കൂടി പ്രവർത്തിക്കുന്ന ശ്രീമതി പുഷ്പജ കാസർഗോഡ്. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്പീക്ക് ആൻഡ് ഷൈനിനെ
എല്ലാ തരത്തിലും നമുക്ക് പ്രഭാഷകരെ വലിയ രീതിയിൽ പ്രചോദിപ്പിച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ, ഉദാഹരണത്തിന് ലീഡേഴ്സ് ക്ലബ്ബ്, സ്പീക്കർ ഷൈൻ അങ്ങനെയുള്ള നിരവധി തലങ്ങളിലൂടെ നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ തലത്തിലും നമുക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആദരണീയനായിട്ടുള്ള നമ്മുടെ മുഹമ്മദ് മുസ്തഫ സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് ഇൻട്രോ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് മുമ്പ് പറഞ്ഞ പോലെ ഒരു തിളക്കം പരിപാടിയിൽ വന്ന് അതിലൂടെ ഇന്ന് തിളക്കത്തിൻ്റെ മാത്രമല്ല ലീഡേഴ്സ് ക്ലബിൻ്റെയും സ്പീക്കർ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും എല്ലാം ഭാഗമായി വളരെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സെബീർ കോതമംഗലമാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രഭാഷണ കലയിൽ കൂടുതൽ മികവുകൾ നേടിക്കൊണ്ട് മുന്നേറാൻ ആഗ്രഹിച്ചു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ ആദരവോടുകൂടി അധ്യക്ഷൻ ക്ഷണിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട സെബീർജിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.